ഏത് കാലത്താ പറയുന്നത് എന്നറിയോ? 100 തട്ടുള്ള 160 തട്ടുള്ള ബുർജ് ഖലീഫ ഉണ്ടായ കാലഘട്ടത്തിലല്ല. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് 2 നിലയുള്ള വീട് നാട്ടിൽ ഒരു സ്ഥലത്തും ഇല്ലാത്ത കാലത്ത് ഒരു സഹാബി 2 നിലയുള്ള വീടുണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഓ സഹാബ, എന്റെ ഉമ്മത്തിന്റെ അന്ത്യനാൾ എപ്പോഴാണ് എന്നറിയോ? അവരവിടെ ആ കാലഘട്ടത്തിൽ ഒരു കാലഘട്ടം വരും അവർക്ക്. അവരെന്തിനാ മത്സരിക്കുന്നത് എന്നറിയോ? അവരെ ബിൽഡിങ്ങുകളുടെ നീളം കൂട്ടാൻ വേണ്ടി, ബിൽഡിങ്ങിന്റെ തട്ടുകൾ കൂട്ടാൻ വേണ്ടി അവരെ മത്സരിക്കുന്ന ഒരു കാലം വരും സമൂഹമേ. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം 4 നിലയുള്ള ബിൽഡിംഗ് 5 നിലയുള്ള ബിൽഡിംഗ് മാത്രം കണ്ടവരല്ല. 160 തട്ടുള്ള ബിൽഡിംഗ് ഉണ്ടായപ്പോ അതിനേക്കാൾ അപ്പുറത്ത് 2 കിലോമീറ്റർ നീളമുള്ള ബിൽഡിംഗ് ഉണ്ടാക്കാൻ, 2.5 കിലോമീറ്റർ നീളമുള്ള ബിൽഡിംഗ് ഉണ്ടാക്കാൻ, 3 കിലോമീറ്റർ നീളമുള്ള ബിൽഡിംഗ് ഉണ്ടാക്കാൻ, അങ്ങനെ കിലോമീറ്ററുകൾ മേലോട്ടേക്ക് വാനലോകത്തേക്ക് ഉയർത്തി നിൽക്കുന്ന ബിൽഡിങ്ങുകൾ നിർമ്മിക്കാൻ വേണ്ടി അതേ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ് രാജ്യങ്ങൾ വലുതും. ഇല്ല, നിർമ്മിച്ചിട്ട് അമേരിക്കക്കാരന് മതിയായോ? ഇല്ല. 100 കണക്കിന് ബിൽഡിങ്ങുകൾ അങ്ങനെ പറയാനുണ്ട്. ന്യൂയോർക്ക് സിറ്റിയിലുണ്ട്, കാലിഫോർണിയയിലുണ്ട്. അമേരിക്കക്കാരന് മതിയായോ? അതിനേക്കാളും വലുതുണ്ടാക്കേണ്ട ബേജാറിലാണ്. ചൈനക്കാരൻ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കിയില്ലേ? മതിയായോ? ഇല്ല. വീണ്ടും വീണ്ടും ബിൽഡിങ്ങിന്റെ നീളം കൂട്ടേണ്ട ബേജാറിലാണ്. 1400 കൊല്ലം മുമ്പ് 2ാമത്തെ നിലയിലേക്ക് പോലും ബിൽഡിങ്ങുകൾ വേണ്ടതുപോലെ പടരാത്ത കാലത്ത് അല്ലാഹുവിന്റെ റസൂൽ പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഖിയാമത്ത് നാളായാൽ ബിൽഡിങ്ങിന്റെ നീളങ്ങൾ കൂട്ടാൻ വേണ്ടി മത്സരിക്കുന്ന ഒരു വിഭാഗം എന്റെ സമൂഹത്തിൽ ഉണ്ടാകുമെന്ന് കേട്ടോ. വയല് കേൾക്കുന്ന മുസ്ലിമേ, ആ നേതാവിന്റെ വാക്കിന് ഒന്ന് കളവായിട്ട് പറയാനില്ല. അവിടുന്ന് പറഞ്ഞത് ഒരു വാക്ക് പോലും സത്യമാണെന്ന് ഇമാമിങ്ങൾ സ്വഹീഹായി റിപ്പോർട്ട് ചെയ്തൊരു ഹദീസ് പോലും കള്ളമാണെന്ന് പറഞ്ഞ് തള്ളാൻ ലോകത്തില്ലേ ഇല്ല. ഇത് ലോകം മുഴുക്ക സൃഷ്ടിച്ച് പരിപാലിച്ച റബ്ബിന്റെ മതമാണ്.